ഇന്ന് നമുക്ക് ചാമ്പങ്ങ ഉപ്പിലിട്ടാലോ? അതിനായിട്ട് നമ്മൾ ആദ്യമേ ചാമ്പങ്ങ എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. ചാമ്പങ്ങ കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് അതിനകത്തെ പൂവും അഴുക്കൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം വേണം ഉപ്പിലിട്ട് വയ്ക്കാനായിട്ട്. ഇത് നമ്മൾ വേറെ കട്ട് ചെയ്യുന്നൊന്നുമില്ല, അത് ഫുള്ളായിട്ട് തന്നെയാണ് ഉപ്പിലിട്ട് വെക്കുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യമേ ഒരു ഭരണി എടുക്കുക. ഭരണിയിൽ കല്ലുപ്പാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. കല്ലുപ്പ് ആദ്യമേ ഒന്ന് ലെയർ ചെയ്തതിന് ശേഷം ചാമ്പങ്ങ ഇടുക. അതിനുശേഷം മുളക്, എരിവിന് ആവശ്യത്തിനുള്ള മുളക് ചേർക്കുക. അതിനുശേഷം പിന്നീട് കല്ലുപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. ഇത് തന്നെ നമ്മൾ 2-3 ലെയറാക്കി ഇട്ടതിന് ശേഷം വേണം അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ്, മുളക് ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുക. ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത് വിനാഗിരിയും അതേപോലെ തന്നെ തിളപ്പിച്ചാറിയ വെള്ളവും കൂടിയാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നാളിത് കേടാവാതെയും പൂപ്പലൊന്നും പിടിക്കാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതിനകത്തേക്ക് വിനാഗിരി ചേർത്തതിന് ശേഷം തിളപ്പിച്ചാറിയ വെള്ളവും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് നന്നായിട്ട് കുറച്ച് നാൾ വെക്കുക.